IHRD ഡയറക്ടർ നിയമനത്തിൽ ക്രമക്കേട്. നിയമസഭാ സമിതി അയോഗ്യനെന്ന് കണ്ടെത്തിയ ആൾക്ക് IHRD ഡയറക്ടറായി നിയമനം നൽകിയിരിക്കുന്നു. പി സുരേഷ് കുമാറിനെയാണ് ഡയറക്ടറായി നിയമിച്ചത്. നിയമനം നൽകിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ അപേക്ഷകനെയും മറികടന്നാണ്. നിയമസഭാ സമിതി അയോഗ്യനെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് മീഡിയ വണിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ജസീമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജസീം, പി സുരേഷ് കുമാറിനെ നിയമിക്കാനുള്ള നടപടിക്കെതിരെയാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംസ്, മിനിയാന്ന് അർദ്ധരാത്രിയാണ് പി സുരേഷ് കുമാറിനെ ഡയറക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. ഇതിന് പിന്നിൽ വളരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ രേഖകൾ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് കുമാറിനെതിരെ വളരെ വ്യാപകമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള കരിയറിനെ സംബന്ധിച്ചുള്ള വളരെ രൂക്ഷമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് അന്വേഷിച്ച AGയുടെയും അതുപോലെ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ ഇതുപോലെ അയോഗ്യനെന്ന് പല തവണ കണ്ടെത്തിയിട്ടും അതെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലായി IHRDയിൽ നിയമനം നേടുകയും പ്രൊമോഷൻ നേടുകയും ചെയ്തത് എന്നതിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് നിയമസഭാ സമിതി പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ലെക്ചററായി പ്രവൃത്തി പരിചയം ഇല്ലാതിരിക്കെയാണ് അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറായി IHRDയിൽ നിയമനം നേടുന്നത്. ഇക്കാര്യം അന്ന് തന്നെ പ്രശ്നമായിരുന്നു. അതിനുശേഷം 3 വർഷം ലെക്ചററായി പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ IHRDയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നൽകാവൂ എന്ന ചട്ടം മറികടന്നാണ് നേരത്തെ പോളിടെക്നിക്കൽ അധ്യാപകനായിരുന്ന പി സുരേഷ് കുമാർ IHRDയിൽ ആദ്യം നിയമനം നേടുന്നത്. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവും പിന്നീട് പ്രിൻസിപ്പൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റവും ഏറ്റവും ഒടുവിൽ അദ്ദേഹം IHRDയിൽ അഡീഷണൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റങ്ങളെല്ലാം അയോഗ്യത നിലനിൽക്കെ ആണ് അദ്ദേഹം വളരെ അനധികൃതമായി നേടിയതാണ് എന്ന അന്വേഷണ റിപ്പോർട്ടാണ് നിയമസഭാ സമിതിയുടെ കണ്ടെത്തലായി പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്കുള്ളത്. 3 വർഷം ലെക്ചററായി IHRDയിൽ സേവനമനുഷ്ഠിച്ചവർക്ക് പ്രൊമോഷനായി ലഭിക്കുന്ന പദവിയാണ് IHRDയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പദവി. ഇങ്ങനെ ഒരു പ്രവൃത്തി പരിചയം ഇല്ലാത്ത പി സുരേഷ് കുമാർ അനധികൃതമായി അന്ന് ഭരണ തലത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം IHRDയിൽ ആദ്യമായി അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നേടുന്നത്. അതിനുശേഷം 8 വർഷത്തെ പ്രവൃത്തി പരിചയവും അതിൽ 5 വർഷം PG എടുത്തതിനു ശേഷമുള്ള പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നേടാൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ പ്രവൃത്തി പരിചയം പോലും ഇല്ലാതിരുന്ന ആൾ വീണ്ടും ഇടത് ജീവനക്കാരുടെ സംഘടനയുടെ തലപ്പത്ത് വരികയും ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് പ്രൊഫസറായി നിയമനം നേടുകയും ചെയ്യുന്നത് എന്ന് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പ്രിൻസിപ്പളായി നിയമനം നേടിയതിന് പിന്നിലും ഇതുപോലെ അയോഗ്യത നിലനിൽക്കെയാണ് ഈ നിയമനവും അദ്ദേഹം നേടിയത്. പിന്നീട് അഡീഷണൽ ഡയറക്ടറായി IHRDയിൽ നിയമനം നേടുന്നതിന് പിന്നിലും ഇതുപോലെ അയോഗ്യത നിലനിൽക്കെ തന്നെ അദ്ദേഹം സ്ഥാനക്കയറ്റം നേടുകയായിരുന്നു എന്നതാണ് നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം IHRDയുടെ ഡയറക്ടറായി നിയമിതനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അർദ്ധരാത്രിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം അദ്ദേഹം നിയമനം നേടിയിരിക്കുന്നത്. ഇങ്ങനെ നിയമനം നൽകാൻ ഒരു നിലക്കും അനുവാദമില്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന രേഖകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ഡയറക്ടർ നിയമനത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനമായത് യോഗ്യത പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആരെങ്കിലും അപേക്ഷകരായിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെയാണ് IHRDയുടെ ഡയറക്ടറായി പരിഗണിക്കേണ്ടത്. അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മാത്രമേ IHRDയിലുള്ള ഉദ്യോഗസ്ഥരുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നിയമിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഡയറക്ടർ നിയമനത്തിന് വേണ്ടി ഇറക്കിയ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നിരവധി ഘട്ടങ്ങളിൽ പ്രൊമോഷൻ നേടിയത് അനധികൃതമായെന്നും ചട്ടവിരുദ്ധമായെന്നും കണ്ടെത്തിയ വ്യക്തിയെ IHRD ഡയറക്ടറായി നിയമിച്ച നടപടി വിവാദമാവുകയാണ്. ഡയറക്ടർ നിയമനത്തിൽ നടന്നത് ക്രമക്കേടാണെന്ന് തെളിയിക്കുന്ന നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് മീഡിയ വൺ ലഭിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു ജസീം.